കോഴിക്കോട് കുന്നമംഗലം മുറിയനാൽ ഫ്ലിപ്കാർട്ട് ഹബ്ബിൽ തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം. ഹബ്ബിലെ 2 തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മാനേജ്മെന്റ് നടപടി ഏകപക്ഷീയമാണെന്നും പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുമാണ് തൊഴിലാളികളുടെ നിലപാട്. ഫ്ലിപ്കാർട്ട് ജീവനക്കാരുടെ കുന്നമംഗലം മുറിയനാൽ ഹബ്ബിലെ ജീവനക്കാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഏതാണ്ട് ഒരാഴ്ചയോട് അടുക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി, ഇന്നിപ്പോൾ 6ാം ദിവസമാണ് ആ ജീവനക്കാർ സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത് ഈ ഹബ്ബിലുണ്ടായിരുന്ന 2 ജീവനക്കാരെ ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇവിടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. അവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് അവർ തിരിച്ചെടുക്കുന്നത് വരെ സമരം തുടരാനുമാണ് തൊഴിലാളികളുടെ തീരുമാനം. ഇപ്പോൾ അവർ തന്നെ, തൊഴിലാളികളുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഇവരെ പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം? കഴിഞ്ഞ 6 ദിവസമായി ഞങ്ങളിവിടെ സമരത്തിലാണ്, രാപ്പകൽ സമരത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് 2 തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവവികാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാനേജ്മെൻറ്റായി ചർച്ച ചെയ്യുകയും ലേബർ ഓഫീസർ കംപ്ലയിൻറ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ സമരത്തിലോട്ട് പോയത്. രാപ്പകൽ സമരമാണ്, രാത്രിയും പകലും സമരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം റീസണോ കാര്യങ്ങളോ ഒന്നും പറയാൻ ഇവരെ കമ്പനീൻ്റെ അടുത്ത് ഭാഗത്ത് ഇല്ല. അവർ പറഞ്ഞ് കസ്റ്റമർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അല്ല കസ്റ്റമർക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓല് റിട്ടേൺ ചെയ്തു. അത് റോങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കസ്റ്റമർ റിട്ടേൺ ചെയ്തു. അത് മാറി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലേബർ കമ്മീഷണർക്കും ഒക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫ്ലിപ്കാർട്ടിനകത്ത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ അധികാരികൾ തികച്ചും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ 1.5 വർഷം മുമ്പേ ഇതേപോലെ തന്നെ തൊഴിലാളിയുടെ പേരിൽ അകാരണമായി പുറത്താക്കിയപ്പോൾ ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി ഈ മാനേജ്മെൻറ്റിന് തൊഴിലാളികളെ തിരിച്ചെടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 5.5 വർഷം തൊഴിലെടുത്ത ഒരു തൊഴിലാളിയെയാണ് ഒരു കാരണവുമില്ലാതെ ID കട്ടാക്കി എന്ന് പറയുന്നത്. ID കട്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ജോലിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പീസിന് 17 രൂപ 50 പൈസയാണ്. അപ്പോൾ അവരെ മാറ്റി പുതിയ തൊഴിലാളികൾ അവിടെ വെക്കുമ്പോൾ ആ പുതിയ തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് 14 രൂപയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ലാഭം കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ സ്വീകരിക്കുന്ന സമീപനം. തികച്ചും തൊഴിലാളി വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സമരം വിജയിക്കുന്നത് വരെ സമരമുഖത്തുണ്ടാവും. സമരം ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. എന്തായാലും ഈ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് ഈ തൊഴിലാളികളുടെ നിലപാട്. ഏകപക്ഷീയമായാണ് മാനേജ്മെൻറ്റ് 2 തൊഴിലാളികളെ പിരിച്ചുവിട്ടത്. മറ്റ് ചില താല്പര്യങ്ങൾ വെച്ചാണ് ആ നിലയ്ക്കുള്ളൊരു നടപടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നുമാണ് സമരം ചെയ്യുന്ന തൊഴിലാളികൾ, അവരുടെ പ്രതിനിധികൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനോടൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, കോഴിക്കോട്.